ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഹോം വർക്കൗട്ടിൻ്റെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. നമ്മൾ ഏത് പ്രായക്കാർക്കും, കുട്ടികൾ മുതൽ പ്രായമായ ആർക്കും ചെയ്യാൻ പറ്റും. ആണോ പെണ്ണോ വ്യത്യാസമില്ലാതെ ആർക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റുന്ന വളരെ സുഖകരമായിട്ടുള്ള സിമ്പിൾ വർക്കൗട്ട് സീരീസാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറയും വർക്കൗട്ട് സീരീസ് ഉണ്ട്, വർക്കൗട്ട് സീരീസ് അത് ചെയ്യണം. നമ്മളെല്ലാ വീഡിയോസ് കാണുകയും ചെയ്യും. എന്നാൽ കണ്ടിട്ട് ചിലപ്പോൾ ലൈക്ക് അടിക്കും, ഷെയർ ചെയ്യുന്നല്ലാണ്ട് നമ്മളാരും വർക്കൗട്ട് ചെയ്യുന്ന ആരും കാണാറില്ല. പൊതുവേ നമുക്ക് മലയാളികളിലാണ് ഏറ്റവും കൂടുതൽ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയല്ലേ ഉള്ളൂ. ഈ 24 മണിക്കൂർ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ വെറുതെ സമയം ഒപ്പിക്കാൻ സോഷ്യൽ മീഡിയാസിൽ വരെ ഇരിക്കും. ഒരു ദിവസത്തെ ഡാറ്റ കംപ്ലീറ്റ് ആയാലായിരിക്കും ഫോൺ മാറ്റി വെക്കുക. അതല്ലെങ്കിൽ ഉറക്കം വരുന്ന സമയത്ത് തട്ടിയിടും. അതല്ലെങ്കിൽ ഫോണിൻ്റെ ഒക്കെ ബാറ്ററി തീരണം. അത്രയും സമയം നമ്മൾ അതിന് കൊടുക്കും. അല്ലെങ്കിൽ ടി വി കാണാൻ കൊടുക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അധിക പേരും വീടുകളിൽ തന്നെയാണ്, വർക്കുകൾ കാര്യമായിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സമയത്തിനൊക്കെ നമ്മൾ ഒരു കൃത്യത ഇല്ലാതെ ആവശ്യമില്ലാത്തതിനും എല്ലാത്തിനും സമയം ചിലവാക്കുക, എന്നാൽ സ്വന്തം ശരീരം നോക്കുന്നുമില്ല. പിന്നെ എൻ്റെ അസുഖം വന്ന് കുറച്ച് കൊളസ്ട്രോൾ കൂടി അതായി ഇതായി പറയുമ്പോൾ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ കുറച്ച് നടക്കണം, ഓടണം, എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം. അന്നേ സമയത്ത് നമുക്ക് ബോധം വരിക. നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിന് ഒരു 3/4 മണിക്കൂർ ദിവസം ഒന്ന് മാറ്റി വെച്ചാലോ? എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഒരു 3/4 മണിക്കൂർ നമ്മൾ സ്വന്തം ശരീരത്തിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കുക. വെറുതെ ഇതുപോലെ എൻ്റെ അസുഖങ്ങൾ വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഓടാനോ ചാടാനോ പറയുന്നതിനേക്കാളും ബെറ്റർ, അല്ലെങ്കിൽ ആ ഡയറ്റ് നിങ്ങൾ ചെയ്യണം, ഇനി മുതൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പാടില്ല, ഇതിനേക്കാളൊക്കെ ബെറ്റർ എന്താ? നമ്മളായിട്ട് നമ്മളെ ശരീരത്തിന് കുറച്ച് സമയം കൊടുക്കുക, അല്ലേ? ബാക്കിയൊന്നും വേണമെന്നില്ല. നമ്മളെല്ലാ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വന്തം ശരീരം നോക്കാൻ വേണ്ടിയിട്ടൊരു സമയം നമ്മൾ ചിലവാക്കുക. പിന്നെ ഈ വർക്കൗട്ട് സീരീസ് എന്ന് പറയുന്നത് ഒരു എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതിൽ സ്വന്തം ബോഡി വെയ്റ്റ് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നത്. ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രം ഒരു വ്യത്യാസമൊന്നും വരില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ടിപ്സ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ പറയും. അപ്പോൾ നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. പിന്നെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്തത്. അതായത് ഒന്ന് ബിഗ്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വർക്കൗട്ടൊന്നും ചെയ്യാത്ത ആളുകൾക്കുള്ള, അതല്ലെങ്കിൽ കുറച്ച് പ്രായമായവർക്കുള്ള, അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ട്. പിന്നെ ഒന്ന് കുറച്ച് അഡ്വാൻസ്ഡ്, അതായത് എന്തെങ്കിലും ചെറിയ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന, എന്തെങ്കിലും സ്പോർട്സോ കാര്യങ്ങളൊക്കെ പോകുന്ന, അല്ലെങ്കിൽ കുറച്ച് എനർജി ഉള്ളവർക്കുള്ള വർക്കൗട്ടുമായിട്ട്. ഇപ്പോൾ ഇത് രണ്ടും ഇതിലുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് ആ വർക്കൗട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മളൊരു വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയാൽ അത് അറ്റ്ലീസ്റ്റ് ആ ഒരു സെയിം പാറ്റേൺ നമ്മളൊരു മാസമെങ്കിലും ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഒരു 5-6 ദിവസം ഒരു വർക്കൗട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് ശരിയാവുന്ന പിന്നെ വേറെ ഇതിലേക്ക് പോയി അതിൽ കുറച്ച് വർക്കൗട്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് അത് ചെയ്ത് പിന്നെ വേറെ പോയി, ഇങ്ങനെ ചാടി കളിക്കാതെ നമ്മളൊരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് ഇന്നൊരു വർക്കൗട്ട്, ഇപ്പോൾ എൻ്റെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഏതൊരു പ്രോപ്പർ വീഡിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഏതൊരു വർക്കൗട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക. അല്ലാതെ ഒരാളെ വീഡിയോ കണ്ട ഈ വർക്കൗട്ട് കുഴപ്പമില്ല, അത് കുറച്ച് ദിവസം ചെയ്ത് ദെൻ യു ജംപ് ടു അതർ, എന്താ പറയുക, ഇത് കുറച്ച് ദിവസം ചെയ്തിട്ട് ഒരു സുഖം കിട്ടുന്നില്ല, മറ്റേ ആളത് അത് നല്ല രസമുണ്ടല്ലോ, നമുക്ക് അത് കുറച്ച് ദിവസം ചെയ്ത് നോക്കിയാലോ. ഇതാണ് നമ്മളെ ഫോൾട്ട്. ഏതൊരു വർക്കൗട്ടിനും നമ്മളൊരു ചാർട്ട് ഫിക്സ് ചെയ്യുക, ഒരു വർക്കൗട്ട് ഫിക്സ് ചെയ്യുക, ഇതെനിക്ക് പറ്റിയതാണ്. നമ്മളൊരു മാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക വേണം. അല്ലാണ്ട് ഇത് 5 ദിവസം കൊണ്ടോ 6 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ടക്ക് പറഞ്ഞിട്ടൊരു മാജിക്കൽ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഏതൊരു വർക്കൗട്ടാണ്, ഇപ്പോൾ എൻ്റെ വർക്കൗട്ടാണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു വീഡിയോ കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ചാർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഷുഡ് കണ്ടിന്യൂ അറ്റ്ലീസ്റ്റ് ഫോർ 1 month ദാറ്റ് വൺ. അപ്പോൾ നമ്മൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് മാത്രമല്ലാണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെറിയ ടിപ്സുകൾ, ചെറിയ കാര്യങ്ങളാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാനത് പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്, എല്ലാവർക്കും നല്ല റിസൾട്ട് വരുമെന്ന് ഞാൻ ഉറപ്പ് തരാം. ബട്ട് ഞാൻ പറയുന്ന കാര്യം ഫോളോ ചെയ്താൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല? എന്താണ്? അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണിൽ ഓൾ എന്നത് എനാബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരും. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഒന്നുകൂടെ പരിചയപ്പെടുത്താൻ, ഞാൻ മലിക് സാദ ആൻഡ് ദിസ് ഈസ് മൈ ചാനൽ മലിക്. വാമപ്പ് എക്സസൈസുകളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ ഫിംഗേഴ്സ് മുറുക്കി പിടിക്കുക, നിവർത്തുക. 10 വീതമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് നമ്മളെ കയ്യിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ എൽബോ നിവർത്തുക, ചുരുക്കുക. ഓൾസോ 10 ടൈംസ്. നമ്മൾ സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ 10 കാണിക്കാത്തത്. ഇനി അടുത്ത ഷോൾഡർ റൊട്ടേഷനാണ്. ഇതേപോലെ പിറകോട്ടും ചെയ്യുക, മുന്നോട്ടും ചെയ്യുക. 10 വീതം തന്നെയാണ് ഇതും വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ തിരക്ക് പിടിച്ച് ഒരു വർക്കൗട്ടും ചെയ്യരുത്. സമാധാനപരമായിട്ട് തന്നെ ചെയ്യുക. ഇനി അടുത്തത് കാലിലേക്കാണ്. ആങ്കിൾ ജോയിൻറ്റ് ഇതേപോലെ മുന്നോട്ടും ബാക്കോട്ടും ഇതുപോലെ നിവർത്തുക, താഴ്ത്തുക. നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു ചെയറിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സംഭവം. അല്ലെങ്കിൽ ചാരി നിന്നാലും ചെയ്യാം. അടുത്തത് നമ്മളെ കാൽമുട്ടിൻ്റെത്. ഇതേപോലെ നിവർത്തുക, താഴ്ത്തുക. രണ്ടും മാറി മാറി 10 വീതം ചെയ്യുക. ഒരു എക്സസൈസുകളും നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒക്കെ സമാധാനത്തിൽ തന്നെ ചെയ്യുക. അതിപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണെങ്കിൽ പോലും നമ്മൾ ഓരോന്നിനും ഇത്ര സെക്കൻഡ് എടുത്ത് പൊക്കാൻ സമയമെടുത്ത് തന്നെ ചെയ്യണം. തിരക്കിൽ ഒരു വർക്കൗട്ട് നമ്മൾ ചെയ്യരുത്. ഹിപ്പ് റൊട്ടേഷൻ ഇതേപോലെ 2 സൈഡും 10 വീതം തന്നെ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് നമ്മുടെ അപ്പർ ബോഡി സ്ട്രെച്ചിങ് ആണ്. ഇത് മാക്സിമം ഇതേപോലെ പിറകോട്ട് പോയി മുന്നോട്ട് വരിക. കാൽമുട്ട് ബെൻഡാവാതെ ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം പോകാൻ പറ്റുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആദ്യം നമ്മൾ പറ്റുന്ന രൂപത്തിൽ ചെയ്യുക. പതുക്കെ അത് റെഡി ആവുകയുള്ളൂ. ഇതുവരെ നമ്മളെല്ലാം 10 വീതം ചെയ്തു. ഇനി നമ്മൾ കഴുത്തിൻ്റെ വർക്കൗട്ടാണ്. ഇത് മാത്രം നമ്മൾ 3 വീതമാണ് ചെയ്യുന്നത്. എല്ലാം 10 ചെയ്ത സ്ഥിതിക്ക് ഇത് 3 വീതം നമ്മൾ ചെയ്താൽ മതി. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടിപ്സൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓരോ വർക്കൗട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് പറയാവുന്നതാണ്. ഇനി സൈഡ് റൊട്ടേഷനാണ്. നമ്മളെ കാലും മുഖവും നമ്മളെ തലയും നേരെ തന്നെ പിടിക്കുക. എന്നിട്ട് മാക്സിമം 2 സൈഡിലേക്കും കൂടെ 10 20 മൊത്തത്തിൽ വരും നമ്മൾ ചെയ്യുക. ഇനി ജമ്പിങ് ജാക്സ് 1 മിനിറ്റ് തന്നെയാണ്. ഓരോ നമ്മളെ വർക്കൗട്ടും 1 മിനിറ്റാണ് വരിക. പിന്നെ അതിനിടയ്ക്ക് 10 സെക്കൻഡാണ് റെസ്റ്റ്. ഇപ്പോൾ 10 സെക്കൻഡ് റെസ്റ്റ് കഴിഞ്ഞാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇത് കുറച്ച് എക്സസൈസ് ചെയ്ത് തുടങ്ങിയവർക്ക് സുഖമായിട്ട് ഇപ്പോൾ അഡ്വാൻസ്ഡ് കാണിച്ച പോലെ ചെയ്യാവുന്നതാണ്. അതല്ല തുടക്കക്കാരാണെങ്കിൽ ഇതേപോലെ 1 by 1 ആയിട്ട് ചെയ്യുക. തുടക്കക്കാർക്കെല്ലാം അങ്ങനെ തന്നെ 1 by 1 ആയിട്ട് ഓരോ സൈഡാണ് ചെയ്യേണ്ടത്. കുറച്ച് അഡ്വാൻസ്ഡ് ആയ ആളുകൾക്ക് ഇതുപോലെ സ്ക്രീനിൽ വീഡിയോയിൽ കാണുന്ന പോലെ സ്പീഡിൽ ചെയ്യുക. 1 മിനിറ്റ്. ഇനി അടുത്തത് ഹൈനിയാണ്. 10 സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ടാണ് ഇത് തുടങ്ങുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ഇതേപോലെ ഹൈനി. അഡ്വാൻസ്ഡ് ആയ ആൾക്കാർ ഇതുപോലെ ചാടുക. അല്ലാതെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതേപോലെ കാൽമുട്ട് തട്ടിക്കാൻ ശ്രമിക്കുക. കൈ ഒരിക്കലും താഴേക്ക് വരരുത്. അടുത്തത് ബഡ് കിക്ക്. ഇതും 1 മിനിറ്റാണ് ചെയ്യുന്നത്. പ്രത്യേകം ഓർക്കുക, ഓരോ വർക്കൗട്ടിൻ്റെ ഇടയ്ക്കും 10 സെക്കൻഡ് റെസ്റ്റ് ഉണ്ട്. ഇതേപോലെ ബഡ് കിക്ക്. ബിഗിനേഴ്സ് തുടക്കക്കാർ ഇതേപോലെ ഓരോ കാലും കയ്യിൽ തട്ടിക്കുക. അതേപോലെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഇതേപോലെ നമുക്കറിയാവുന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അത് കഴിഞ്ഞാൽ ഫുൾ സ്ക്വാട്ടാണ്. ഇതിന് 1 മിനിറ്റ് എന്നുള്ള സമയപരിധിയില്ല. നിങ്ങൾക്ക് മാക്സിമം എത്ര റെപ്പിറ്റേഷൻ ചെയ്യാൻ പറ്റും, എത്ര നമ്പേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഞാനിപ്പോൾ 1 മിനിറ്റ് പറഞ്ഞ് 1 മിനിറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ നമ്മൾ പോസ്ചർ ശ്രദ്ധിക്കുക. ബോഡി സ്ട്രൈറ്റ് ആവണം. കഴുത്ത് നേരെ മേലേക്ക് പിടിച്ചിട്ട് ചെയ്യുക. ചെയറിൽ ഇരിക്കാൻ പാടില്ല. ജസ്റ്റ് തട്ടിപാട് എണീൽക്കുക. ഇത്രയാണ് വർക്കൗട്ട്. ഇനി പുഷപ്സ് ആണ്. പുഷപ്സും ഇതേപോലെ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ടത് അവരെ കാൽമുട്ട് ഇങ്ങനെ ഫ്ലോറിൽ തട്ടിച്ച് വെക്കുക. എന്നിട്ട് ജസ്റ്റ് തട്ടുന്ന രീതിയിൽ, ഫ്ലോറിൽ തട്ടുന്ന രീതിയിലാകുമ്പോൾ ഇതുപോലെ നിവർന്ന് വരിക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാൽമുട്ട് ഇനി പെയിനൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ കട്ടിയുള്ള തുണി യൂസ് ചെയ്യാവുന്നതാണ്. ഇതും റെപ്പിറ്റേഷൻ നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. നമ്മൾ പ്രോപ്പറായിട്ടുള്ള വെള്ളം
നമ്മൾ കുടിക്കുക തന്നെ വേണം, വർക്കൗട്ടിൻ്റെ ടൈമിലാണെങ്കിലും അല്ലാത്ത സമയത്തും. എല്ലാവരും പറയുന്ന പോലെ 3 ലിറ്റർ വെള്ളം 4 ലിറ്റർ വെള്ളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളതിൻ്റെ ടൈമിംഗ് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കഴിയുന്നതും ഇത്രയും നമ്മളൊരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ കണക്ക് കഴിവതും അത് വൈകിട്ട് 7 മണിക്ക് മുമ്പായിട്ട് കുടിച്ച് തീർക്കുക. പിന്നെ നമുക്ക് കുടിക്കാനുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ അത്യാവശ്യത്തിനുള്ളത് മാത്രം മാക്സിമം വെള്ളം നമ്മൾ കുടിച്ച് തീർക്കണം. അതുപോലെ ഭക്ഷണത്തിൻ്റെ തൊട്ട് പിറകെ നമ്മൾ വെള്ളങ്ങളൊന്നും കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അത്ര എമർജൻസി ആണെങ്കിൽ മാത്രമേ നമ്മൾ കുടിക്കുക. പിന്നെ ചില ആൾക്കാർക്ക് ഇവിടെ നെഞ്ഞ് കെട്ടുന്ന പോലെ പെട്ടെന്ന് ശ്രദ്ധ തെറ്റിപ്പോകുന്നൊക്കെ പറയുന്നത് കുറേയൊക്കെ നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാഞ്ഞിട്ടും നമ്മളെ ശ്രദ്ധ മാറിപ്പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ്. ഓയിലി ഫുഡ് കുറച്ച് കുറയ്ക്കുക, പഞ്ചസാര, ഉപ്പ് ഇതെല്ലാം ലേശം ഒന്ന് കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ കാക്കകൾക്കാണ് ഇഷ്ടപ്പെടാത്തതെന്ന് തോന്നുന്നുണ്ട്. സൗണ്ട് കേട്ടാ ശല്യം ചെയ്യുന്നുണ്ട്. അത് പോട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പ്, പഞ്ചസാര, ഓയിൽ എന്ന കാര്യങ്ങൾ കുറയ്ക്കുക. അതുകൂടാതെ നമ്മൾ ഫുഡിൽ ഗ്രീൻ സാലഡും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തുക. ഞാൻ മിക്കപ്പോഴും പറയുന്ന കാര്യമാണത്. ഗ്രീൻ സാലഡ് നമ്മൾ പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ വെജിറ്റബിൾസും ഇൻക്ലൂഡിങ് ലീഫ് നമ്മൾ പച്ചക്ക് തന്നെ കഴിക്കുക. അത് നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് അതിൽ കുറച്ച് ഉപ്പോ നമ്മളെ ലൈം ജ്യൂസൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഫ്രൂട്ട്സ് ഇത് ഉൾപ്പെടുത്തുക. രാത്രി കുറേ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കാതെ ഒരു ഗ്യാപ്പ്, അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വെക്കുക. ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അത് ചെയ്ത ആളുകൾക്ക് അറിയാം, ചെയ്യാത്ത ആളുകളോടാണ് പറയുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ പെയിന് വരാൻ ചാൻസ് ഉണ്ട്. ബോഡി പെയിന്, ഈ സൈഡ് വേദന, കൈ വേദന, ഷോൾഡർ വേദന എന്നൊക്കെ പറയും. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതുവരെ ആ ഒരു രീതിയിൽ നമ്മളെ ബോഡീനെ നമ്മൾ ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 ദിവസം നമ്മൾ കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യുമ്പം അത് പതുക്കെ മാറിക്കോളും. എന്ന് വെച്ച് നമ്മൾ വർക്കൗട്ട് നിർത്താൻ പാടില്ല. പിന്നെ വർക്കൗട്ട് ഏത് വർക്കൗട്ടായാലും അറ്റ്ലീസ്റ്റ് 5-6 ദിവസം, 7 ദിവസം നമ്മൾ ചെയ്യേണ്ട, 5 ദിവസം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുക. പറ്റിയാൽ 6 ദിവസം ചെയ്യുക. ഒരു ദിവസം നമ്മൾ റെസ്റ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. ഇനിയിപ്പം നല്ല മെലിഞ്ഞ ആളുകളാണെങ്കിൽ അവർ 3 ദിവസം വർക്കൗട്ട് ചെയ്യുക, 1 ദിവസം റെസ്റ്റ് എടുക്കുക, 3 ദിവസം വർക്കൗട്ട് ചെയ്യുക, 1 ദിവസം റെസ്റ്റ് എടുക്കുക. ആ രീതിയിൽ ചെയ്തു പോവുക. പറയുന്നത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ഉറക്കം. നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്തിട്ടോ നമ്മളെ ഫുഡ് നന്നാക്കിയിട്ടോ കാര്യമില്ല. നമ്മളെ ശരീരത്തിന് പ്രോപ്പർ റെസ്റ്റ് നിർബന്ധമാണ്. നമ്മൾ പാതിര വരെ ഫോണിൽ കളിച്ചിരുന്നിട്ട് നമ്മൾ ഉറങ്ങി പെട്ടെന്ന് ചാടി എണീറ്റ് എക്സസൈസൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മളെ ബോഡിക്ക് എഫക്റ്റ് ചെയ്യില്ല. അത് ഏത് തരത്തിലെ വർക്കൗട്ടായാലും, ബോഡി ബിൽഡിങ് ആണെങ്കിലും ശരി, നിങ്ങൾ ഏതൊരാളോട് ചോദിച്ചാലും അറിയാൻ പറ്റും. പ്രോപ്പർ ഉറക്കം നിർബന്ധമാണ്. 7 മണിക്കൂറുള്ള നല്ല ഉറക്കം. അപ്പോൾ ഇത് നമ്മൾ ചെയ്താൽ പല രോഗങ്ങളും നമുക്ക് ഇല്ലാണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ടൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്കുള്ള വർക്കൗട്ട് അല്ല ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് പാർട്ട് 2. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് കാണുന്നത് വരെ സ്റ്റേ സേഫ്, ഹെൽതി.